ഗോഡാഡി ഉണ്ട്, ഹോസ്റ്റിംഗർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഹോസ്റ്റവെന്ന് .in ഡൊമൈൻ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്താണ് നോർമൽ വാട്സപ്പ്, എന്താണ് ബിസിനസ് വാട്സപ്പ്, എന്താണ് API? അത് കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഡേറ്റ പോകുന്ന ഒരു ഇത് വരുന്നുണ്ടല്ലോ. ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഡേറ്റ അവിടെ സെക്യൂർ ആയിരിക്കും. കാരണം നമ്മളുടെ ബിസിനസ്സുകൾക്ക് നമ്മൾ കുറച്ച് ക്യാഷ് ഒന്ന് മുടക്കാനുള്ള ഒരു ഇത് നമ്മൾ കാണിക്കണം. കാരണം എല്ലാത്തിലും നമ്മൾ ചീപ്പായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി നമുക്ക് ചീപ്പായിരിക്കും. ലെഗസി വെരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരിത് പറയാം. കാരണം ടിപ്സ് ഇത് കാണുന്ന ആൾക്കാർക്ക് കുറച്ച് ബെനിഫിറ്റായി. നമ്മളുടെ മെസ്സേജിനെ ബ്ലോക്ക് ചെയ്യുക. നമ്മൾ കണ്ടമാനം മെസ്സേജ് അയച്ചിട്ട് നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് കടക്കാമെന്ന് വിചാരിക്കേണ്ട. നമ്മളുടെ മെസ്സേജ് ബ്ലോക്ക് ചെയ്യാതെ, കൂടുതൽ ആൾക്കാർ ബ്ലോക്ക് ചെയ്യാതെ ആ ഒരു മാർക്കറ്റിംഗ് അത് തന്നെ. ചാറ്റ് ബോട്ട്, AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് AI ഏജൻറ്റ്. ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിൽ ഞങ്ങളിപ്പോൾ 1.5 വർഷത്തിന് മേളിലായി AI ഏജൻറ്റ് കൊണ്ടുവന്നിട്ട്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴാണ്, റീസെൻ്റ്ലിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് മെയിനായിട്ടും നെറ്റ്വർക്കാണ് അവരുടെ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. യെസ്, കറക്റ്റ്. അത് നെറ്റ്വർക്കിങ് നമ്മൾ എവിടെയും കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക. നിങ്ങൾ ഒരു കാരണവശാലും അതും അതിനൊരു വിമുഖത കാണിക്കാതിരിക്കുക. മനസ്സിലായി. ആർക്കൊക്കെ ആയിരിക്കും ഈ വാട്സപ്പ് ബിസിനസ് API യൂസ് ആവുന്നത്? ഏത് ടൈപ്പ് ബിസിനസ്? മീഡിയം സ്കെയിൽ, അത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവർക്ക് ആവശ്യമുണ്ട്. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരാളെ കിട്ടിയിട്ടുണ്ട്, കുറേ ഫോളോഅപ്പ് ശേഷം. മിസ്റ്റർ റെജി മോഡയിൽ, വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഹോസ്റ്റോ, ഓട്ടോ ചാറ്റ്, റേറ്റിംഗ്, പിന്നെന്തൊക്കെയാ? ടു ക്രിയേറ്റ് ആപ്സ്. അങ്ങനെ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ വെഞ്ചേഴ്സിൻ്റെ ഫൗണ്ടറാണ്. ഓക്കെ, വെൽക്കം ടു താങ്ക് യു സോ മച്ച് സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. താങ്ക് യു സോ മച്ച്. ഈ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നോ? എനിക്ക് ഡിപ്ലോമ IIT. അതിന്ന് ഈ ടെക് ഓൺട്രപ്രണറിലേക്കുള്ളൊരു ജേർണി. എനിക്ക് ആദ്യം തൊട്ടേ ഒരു ഇൻ്റർനെറ്റിലേക്കൊരു ആക്സസ് എനിക്ക് കിട്ടിയിരുന്നു. ഫസ്റ്റിൽ തന്നെ നമ്മൾ ആ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ എൻ്റെ ഒരു പ്രീ ഡിഗ്രി ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഞാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ തന്നെ അസംബിൾ ചെയ്യാനും, അതിനുശേഷം പിന്നെ CD, പഴയ കാലത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും, CD ഒക്കെ ഇത് ചെയ്ത് കോപ്പി ചെയ്തിട്ട് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നെറ്റിലേക്ക് ആക്സസ് ആ കാലഘട്ടത്തിൽ തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ തന്നെ ഒരു 99 എൻ്റെ ആദ്യത്തെ ഡൊമൈൻ ഞാൻ വാങ്ങിക്കുന്നത് തന്നെ. ഒരു 26 years ആയിട്ട് അതും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ എൻ്റെ ഒരു ഡൊമൈൻ പോലും ഞാൻ ഇതുവരെ സെല്ല് ചെയ്തിട്ടില്ല. എല്ലാ ഡൊമൈനും ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റോയിലല്ലേ ഡൊമൈൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക? ഞങ്ങൾ ഹോസ്റ്റോ .ൻ്റെ മാത്രമാണ് അക്രഡിറ്റഡ് രജിസ്ട്രാർ ഉള്ളത്. ബാക്കിയെല്ലാം നമ്മൾ റീസെല്ലറാണ്. അക്രഡിറ്റഡ് രജിസ്ട്രാർ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു ക്രൈറ്റീരിയ, ഒരു എമൗണ്ട്, ഇയർലി പേയ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതുകൊണ്ട് തന്നെ അതിലേക്ക് പോകാതെ നമ്മൾ മാക്സിമം നമ്മൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കാരണം എനിക്ക് ആ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. ഞാനൊരു 8 hours ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അറിയാമല്ലോ, ഞാൻ ബഹറിൽ ഓൾറെഡി ഞാൻ ചെയ്യുന്നത് കൊണ്ട്. കാരണം എനിക്ക് വേറൊരു ഇതിലേക്ക് അത്രത്തോളം ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ കുറേ സ്ട്രാറ്റജീസാണ് ഞാൻ എൻ്റെ ഒരു ഇതിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഗോഡാഡി ഉണ്ട്, ഹോസ്റ്റിംഗർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഹോസ്റ്റവെന്ന് .in ഡൊമൈൻ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞങ്ങൾ .in അക്രഡിറ്റഡ് രജിസ്ട്രാർ ആണ്. കൂടാതെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നെതർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് .in വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ പ്ലാറ്റ്ഫോമിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത്നെസ്, അജാക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് സെർച്ച്, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സും പിന്നെ ഡൊമൈൻ്റെ കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, അതൊക്കെ നമ്മളുടെ ഒരു ഭാഗമായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ പിന്നെ അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ റിന്യൂവൽ ഓഫറും
നോർമലി ഒരു ഡൊമൈൻ പ്രൊവൈഡേഴ്സും ഇങ്ങനെയുള്ള ഓഫേഴ്സ് ഒന്നും അതായത് റിന്യൂവലിന് വേണ്ടി ഒരു ആദ്യത്തെ വർഷം അവരെ ഒരു വേണമെങ്കിൽ ഒരു ₹1 വേണമെങ്കിൽ അവരെ പിടിച്ച് അതിനുശേഷം റിന്യൂവലിൽ കൊന്നു കളയുന്ന ഒരു പരിപാടിയാണ് ഉള്ളത്. പക്ഷെ നമ്മളുടെ ഈ ഒരു റിന്യൂവൽ ഇപ്പം January 15 തന്നെയാണ് നമ്മൾ ആ ഒരു ഓഫർ വെച്ചിരിക്കുന്നത്. 10 ഇയറിലേക്ക് 6,000 വരെ ബ്ലാക്ക് ഫ്രൈഡേയിൽ ഞാൻ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 10 ഇയറിലേക്ക് പ്ലസ് GST. ഇപ്പോൾ 7,000 പ്ലസ് വരുന്നുണ്ട്. 1,000 കൂടെ ഞാൻ കൂട്ടിയിട്ടുള്ളൂ. അത് ആ ഒരു ഓഫർ അവൈലബിൾ ആണ്. ഡൊമൈൻസ് റിന്യൂ ചെയ്യാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ റിന്യൂവലും അവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അറൗണ്ട് ഒരു പകുതിയല്ല അതിൽ കുറച്ചും എവിടെ നിങ്ങൾ സെർച്ച് ചെയ്താലും അവർ ഇപ്പോൾ അവർക്കും ഓഫർ ഉള്ളതാണ്. പക്ഷെ അവരാരും കൊടുക്കുന്നില്ല. നോർമലി ഒരു എല്ലാവർക്കും അതായത് രജിസ്ട്രി തന്നെ കൊടുക്കുന്ന ഒരു ഓഫറാണ്. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ഇടുന്ന ഒരു ഓഫറല്ല. ഇതെല്ലാം രജിസ്ട്രി ഇടുന്ന ഓഫറാണ്. പക്ഷേ അവരൊക്കെ ആ ഹോൾഡ് ചെയ്തിട്ട് അവർ ആ പ്രൈസിന് വേറെ ആൾക്കാരുടെ നിന്ന് കൂടുതൽ വാങ്ങിച്ചിട്ട്, കാരണം അവരുടെ ആ ഒരു എന്താണെന്ന തരത്തിൽ നമ്മൾ ആ ഒരു സ്റ്റാർട്ടല്ല. എന്തായാലും ഞങ്ങൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിലാണ് നമുക്ക്. ഓക്കെ മനസ്സിലായി. നമുക്കിപ്പോൾ വാട്സപ്പ് ഓട്ടോമേഷനിലേക്ക് വരുമ്പോൾ ഓട്ടോ ചാറ്റ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഇനി അതിനെ കുറിച്ച് കുറേ ഡൗട്ടുകളുണ്ട്. യെസ്, എന്താണ് നോർമൽ വാട്സപ്പ്, എന്താണ് ബിസിനസ് വാട്സപ്പ്, എന്താണ് API? നമ്മളൊരു നോർമൽ വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതിന് ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയല്ല. നമ്മളുടെ നോർമൽ അതായത് ഫാമിലി, റിലേഷൻ, അങ്ങനെ ആ ഒരു രീതിയിലുള്ളൊരു ഫ്രണ്ട്സ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനുള്ളൊരു വാട്സപ്പാണ് നോർമൽ വാട്സപ്പ്. അതിനുശേഷം നമ്മളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഒരു 100 മെസ്സേജൊക്കെ 100 പേരൊക്കെ ഒരു ദിവസം ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു മാക്സിമം ആണ്. അതൊക്കെ തന്നെ 100 പേര് നമ്മളിങ്ങനെ കണ്ടിന്യൂ നമുക്ക് അവരെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരാളിരുന്ന് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് 4 ഡിവൈസ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി ഇപ്പം അതിനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഒരു ബിസിനസ്സിന് നമ്മൾ കുറച്ചും കൂടെ ലാർജ് സ്കെയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് API ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ലെവലിലേക്ക് പോകാൻ പറ്റുകയും പിന്നെ നമ്മളുടെ മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്യാനും, അതായത് പാബ്ലി, ഞാൻ കൂടുതലും പാബ്ലി പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മൾ പാബ്ലിയുമായിട്ട് പാർട്ട്ണർഷിപ്പ് ആ ഒരു കാര്യങ്ങളിലൊക്കെ പോകുന്നതുകൊണ്ട് ഓഫേഴ്സുകളൊക്കെ എനിക്ക് അവൈലബിൾ ആയിരുന്നു. ഈ ബ്ലാക്ക് ഫ്രൈഡേയിൽ തന്നെ സ്പെഷ്യൽ ഓഫർ തന്നെ പാബ്ലിയുടെ ഫൗണ്ടർ എനിക്ക് ഓഫർ ചെയ്ത കോ-ഫൗണ്ടർ നീരജ് ഓഫർ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പാബ്ലി തന്നെ കൂടുതൽ ഇത് ചെയ്യുന്നത്. സാപ്പിയറിനേക്കാൾ കുറച്ചും കൂടെ ഇതാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് പാബ്ലിയുടെ ഓൾറെഡി ഇൻ്റഗ്രേഷൻ ഉണ്ട്. പിന്നെ മെയിൻ ഞങ്ങളുടെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ബിസിനസ്സിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഓട്ടോമേഷനിലേക്ക് പോകാം. അത് ഒരു സത്യം പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമും ഇന്ത്യയിൽ ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഇല്ല അത് ഇപ്പോഴവർ എല്ലാവരും ചെയ്തു വരുന്നുണ്ട്. ഫീച്ചർ ഓൾറെഡി മെറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് ഓൾറെഡി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട്, ബാക്കിയുള്ള കുറച്ച് ഇടത്തൊക്കെ ചെയ്തു എന്നറിയത്തില്ല. പക്ഷെ നമ്മൾ ചെയ്തതിന് ശേഷമാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ ആ ഒരു രീതിയിലേക്ക് ഉണ്ട് എന്നുള്ളതും മനോരമ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് ഇതിൻ്റെ കാര്യത്തിൽ. കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഡേറ്റ പോകുന്ന ഒരു ഇത് വരുന്നുണ്ടല്ലോ. ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഡേറ്റ അവിടെ സെക്യൂർ ആയിരിക്കും. കാരണം ഒത്തിരി പേർക്ക് ആ ഒരു കാര്യത്തിലൊരു ഇതുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ APIയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഡേറ്റ പോകുന്നു, അപ്പോൾ ഞാൻ ആ ഡേറ്റ പിന്നെ സ്റ്റോർ ചെയ്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ഫേസ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളത് പ്രീമിയം ഫീച്ചറാണ്. അപ്പം പ്രീമിയം പ്ലാനിൽ മാത്രമേ നമ്മൾ ആ ഒരു ഇത് അവൈലബിലിറ്റി ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു APIയിലേക്ക് മൈഗ്രേറ്റ് ആവുകയാണ്. അപ്പോൾ ബിസിനസ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ഒരു സ്മാൾ ബിസിനസ് ഓണർ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആയിരിക്കും ഇപ്പം നമുക്ക് MSME വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടെ ക്രൈറ്റീരിയയിൽ അവർ ഓരോ സമയവും മെറ്റയുടെ ഭാഗത്തുനിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പം DLT ഒക്കെ അപ്പം അതിൽ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഈ സമയത്ത്. കാരണം ഇപ്പം വാട്സപ്പിൻ്റെ തന്നെ വാട്സപ്പ് വെബ് ഒരു 6 hours കഴിയുമ്പം
ഇത് ലോഗ് ഔട്ട് ആണെന്നുള്ളൊരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി. ഓക്കെ ഓക്കെ. റീസെൻ്റ്ലി ആണ് DLT. അപ്പം വാട്സപ്പ് വെബ് നമ്മൾ, അതായത് നമ്മളുടെ സിം ഉപയോഗിക്കാത്ത എവിടെയും സിം ഉപയോഗിക്കുന്ന ആ ഒരു മൊബൈലിൽ പ്രശ്നമില്ല. പക്ഷെ അതേസമയം സിം ഉപയോഗിക്കാത്ത ഒരു സിസ്റ്റത്തിൽ അത് ലോഗ് ഔട്ട് ആയിരിക്കണം 6 hours കഴിയുമ്പോൾ എന്നൊരു നിയമം നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. ഗവൺമെൻറ്റിൽ അപ്പം ആ ഒരു സിസ്റ്റത്തിൽ വരുന്നു. ഓക്കെ. നമുക്കിപ്പോൾ ഒരു വേറെ ഡൗട്ടുള്ളത്, നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് ബിസിനസ്സിനകത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നു, ഓർഡർ എല്ലാം എക്സീഡായി നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സെയിം നമ്പർ തന്നെ APIയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് എന്താണ്? അല്ലെങ്കിൽ APIയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ പുതിയൊരു നമ്പർ വാട്സപ്പ് യൂസ് ചെയ്യാത്തൊരു പുതിയ നമ്പർ നമ്മളുടെ ഇതിൽ അതില്ല. ഓക്കെ. അതാണ് നമ്മളുടെ പ്രത്യേകത തന്നെ. ഓക്കെ. കാരണം ഒരാൾ ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമ്മളുടെ ഈ സിസ്റ്റത്തിലേക്ക്, പക്ഷേ ഇതൊരു കംപ്ലീറ്റ്ലി ഇപ്പോഴും ഫുള്ളായിട്ട് ഓൺബോർഡ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ബഗ്സൊക്കെ ഉണ്ട് ഇപ്പോഴും. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് സെക്ഷൻ ഇത് ബേറ്റയിലാണ്, ഇപ്പോഴും ബേറ്റയിലാണ് പോകുന്നത്. പക്ഷെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് അല്ല, പക്ഷേ ഒക്കെയാണ്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നത് ആ ഒരു ഇതാണ്, ഫീച്ചറാണ്, കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ ഈ API എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മളൊരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓട്ടോചാറ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് മെറ്റയുടെ അത് മാനേജ് ചെയ്യേണ്ടത്. നമ്മളത് മെറ്റയുടെ പാർട്ട്ണർ ത്രൂ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് അതോറിറ്റി ഇത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എപ്പോഴും ചെക്ക് ചെയ്യാവുന്നതാണ്. മെറ്റയുടെ പാർട്ട്ണർ ഡയറക്ടറിയിൽ ലിസ്റ്റഡ് ഉള്ള കമ്പനികൾ തന്നെയാണോ നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് മേക്ക് ഷുവർ ചെയ്തിരിക്കണം. ഓക്കെ. അല്ലെന്നുണ്ടെങ്കിൽ ബാൻ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഷുവറായിട്ടും അത് ഈ ആൾക്കാർ എപ്പോഴും ഈ ഒന്നും ചിന്തിക്കത്തില്ല, വെറുതെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ബൾക്ക് മെസ്സേജ് ആവശ്യമില്ല. ഒത്തിരി ആൾക്കാരെ നമ്മൾ കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് കാണാവുന്നതാണ്. കാരണം അവർ വരുന്നു, നേരെ പോയിട്ട് 1000 മെസ്സേജ് ചെയ്യണം, എനിക്ക് ഇത്ര മെസ്സേജ് ചെയ്യണം, അതിന് ചിലപ്പം 1000 രൂപയായിരിക്കും, അല്ലെങ്കിൽ ഇത്ര. അവരത് നോക്കുന്നില്ല. അവർക്ക് ഏറ്റവും ചീപ്പായിട്ട് എവിടെ കിട്ടുന്നു അവരത് എടുക്കുക. എനിക്കറിയില്ല, അത് നമ്പർ അവർ അന്നേരം തന്നെ ബാൻ ആവാനുള്ള ചാൻസ്. നേരത്തെ ഒരു 3 വർഷം മുമ്പ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അത് കർശനമായിട്ട് ആ ഒരു രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ റിക്കവർ ചെയ്യാനുള്ള, പിന്നെ ആൾക്കാർ ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ ഇത് ഇങ്ങനെ പോയി ബാനായി. ആൾക്കാർ ഒരു ഇതുമില്ലാതെ, ഹെൽപ്പും ഇല്ലാത്തൊരു സെക്ഷനാണ് ഈ ഇങ്ങനെ ബാനിലേക്ക് വരുമ്പോൾ. നമ്മളെപ്പോഴും കുറച്ച് നമ്മളുടെ ബിസിനസ്സുകൾക്ക് നമ്മളെ കുറച്ച് ക്യാഷ് ഒന്ന് മുടക്കാനുള്ള ഒരു ഇത് നമ്മൾ കാണിക്കണം. കാരണം എല്ലാത്തിലും നമ്മൾ ചീപ്പായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി നമുക്ക് ചീപ്പായിരിക്കും. നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഞാൻ എപ്പോഴും ഒരു പെയ്ഡ് ഇതിൽ തന്നെ ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സാധനം എടുത്താലും എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഞാൻ കുറേ ടൂളുകളൊക്കെ വാങ്ങിച്ച് കൂട്ടി ഇങ്ങനെ വെക്കുന്നൊരു ആളാണ്. ഞാൻ നോക്കാറേ ഇല്ല. പക്ഷെ ഇപ്പം കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമുക്കിപ്പോൾ ഈ വല്ല വാട്സപ്പ് പ്രൊവൈഡേഴ്സിനും പരസ്യത്തിൽ കാണിക്കാൻ പറ്റും ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ എന്നുള്ളത്. അത് കറക്റ്റായിട്ടൊന്ന് പറയാം. ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ നമുക്ക് കിട്ടുമോ, അത് കിട്ടാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അത് മെറ്റയുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എലിജിബിലിറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ഓക്കെ. നമ്മൾ ആ പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഇതിൽ എനിക്ക് 90% കിട്ടിയിട്ടുണ്ട്. ഇന്ന് വരെ അപ്ലൈ ചെയ്ത ഞാൻ ബിസിനസ്സിന് കൊടുത്തിട്ടുള്ള സർവീസ് എൻ്റെ കസ്റ്റമേഴ്സ് ഇന്ന് വരെയും അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ ആദ്യം നോക്കും അവരുടെ ആ ഒരു പ്രൊഫൈല് ഓക്കെയാണ്. ഇപ്പോൾ 100% അവർക്ക് നോട്ടബിലിറ്റി ഉണ്ട് എങ്കിലേ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പറയും വേണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുത്താലും കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. കൊടുത്തവർക്ക് ഇന്നേ വരെ 100% എൻ്റെ കേസിൽ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ബാക്കിയുള്ളവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട, കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്രൈറ്റീരിയ എന്തൊക്കെയായിരിക്കും? അപ്പോൾ ന്യൂസ് ആർട്ടിക്കിളാണ്. അതിപ്പോൾ ലെഗസി വെരിഫിക്കേഷൻ അല്ലാതെ ഏതിൻ്റെ കാര്യം ചോദിക്കുന്നത്? നമ്മൾ പെയ്ഡ് വന്നിട്ടുണ്ടോ? നമുക്കിപ്പോൾ APIയിൽ ഞാൻ പറഞ്ഞ ഇപ്പം എൻ്റെ മെറ്റയുടെ ഈ ഒരു ഇതിൽ കോ എക്സിസ്റ്റൻസിലും ഉണ്ട്. കാരണം എനിക്കുണ്ട് ഓൾറെഡി. ഓക്കെ ഓക്കെ. വാട്സപ്പ് ബിസിനസ്സിനകത്ത് ബിസിനസ്സിൻ്റെ അകത്ത്. പക്ഷേ അത് ഓൾറെഡി API ആണ്.
ഈ കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ API ഇല്ലാതെ നമുക്കൊന്നും ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ API തന്നെയാണ് അതിന് കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അത് API തന്നെയാണ്. പക്ഷെ അതിനകത്ത് കോളുണ്ട്. നോർമൽ API നോർമൽ APIയുടെ കേസിൽ ഇതുവരെയും പെയ്ഡില്ല. ലെഗസി മാത്രമേ ഉള്ളൂ. അതിൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലും കിട്ടിയിട്ടുണ്ട്, എൻ്റെ കമ്പനി അക്കൗണ്ടിലും ലെഗസി വെരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരിത് പറയാം, കാരണം ടിപ്സ് ഇത് കാണുന്ന ആൾക്കാർക്ക് കുറച്ച് ബെനിഫിറ്റായി. നിങ്ങളുടെ നെയിമിൽ ബ്രാൻഡിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ നോളജ് പാനലിൽ കയറിയിട്ടുണ്ടെങ്കിൽ 101% നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ന്യൂസ് ആർട്ടിക്കിൾ ഇല്ലെങ്കിലും നോളജ് പാനലിൽ കയറിയിട്ടുണ്ടെങ്കിൽ. എൻ്റെ അനുഭവമാണ്, നല്ലൊരു ടിപ്പാണ്. അതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? കാരണം എനിക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ന്യൂസ് ആർട്ടിക്കിൾ കുറവാണ്. ഈ നോളജ് പാനൽ നമ്മൾ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നോളജ് പാനൽ നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ, നിങ്ങളുടെ ബ്രാൻഡ് അവിടെ മെൻഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ അതിൻ്റെ ഒരു ഫീച്ചർ ചെയ്തിട്ടുണ്ടാവും. ഫീച്ചേർഡ് ആ ഒരു സെക്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൂയിസ് റെജി മോഡൽ, അല്ലെങ്കിൽ ഹൂയിസ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് ഗൂഗിൾ പറയുന്നുണ്ടാവും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഒരു നോട്ടബിളായിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ നോളജ് പാനൽ ആ ഒരു സെക്ഷനിലേക്ക് വരുന്നത്. ഫീച്ചേർഡ് ഗൂഗിൾ ഓൾറെഡി അവിടെ ഇത് ചെയ്തിട്ടുണ്ട്, ആ ഒരു അതോറിറ്റി കൊടുക്കുന്നത്. അപ്പം അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള. പക്ഷെ അത് 100% ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ട്രൈ ചെയ്യാം. ഇപ്പം നോളജ് പാനൽ ഉണ്ട് എങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു ലെഗസി വെരിഫിക്കേഷൻ്റെ കേസിൽ അത് അവർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ന്യൂസ് ആർട്ടിക്കിൾ കുറവാണ്. കാരണം ഞാൻ എല്ലാത്തിനും ഒന്നും ഇതിപ്പം ഈ റീസെൻ്റ്ലി മനോരമയിൽ, ടൈംസ് ഓഫ് ഇന്ത്യ, അങ്ങനെ കുറച്ച് ന്യൂസ് ആർട്ടിക്കിളേ ഉള്ളൂ. അല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ടെംപ്ലേറ്റ് മെസ്സേജസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും നമ്മൾ അപ്രൂവൽ എടുക്കേണ്ടത്? അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ കുറേ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഓതൻറ്റിക്കേഷൻ മെസ്സേജിൻ്റെ ചെറിയ ഉഡായിപ്പ് പരിപാടികളൊക്കെ ചെയ്തിട്ട് ആൾക്കാർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അതിനെ അവർ സോഫ്റ്റ്വെയർ സിസ്റ്റം തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് നേരെ മാർക്കറ്റിംഗ് മെസ്സേജിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. അത് കാരണം കുറേ ആൾക്കാർ അത് അപ്രൂവൽ ഇടുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റുമല്ലോ മാർക്കറ്റിംഗ് ക്വയറീസ് ആണോ, മാനിപ്പുലേഷൻ. അത് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ്ലി സെലക്ട് ചെയ്യേണ്ടത്? എങ്ങനെ നമുക്ക് മാർക്കറ്റിംഗ് മെസ്സേജ് ആണോ അല്ല, നമ്മളുടെ മെസ്സേജിൽ വരുന്ന ബൈ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മളുടെ ഒരു ഇ-കൊമേഴ്സിൽ നമുക്ക് വരുന്ന കുറേ നമ്മൾ ഓഫേഴ്സ് നമ്മൾ എന്താണോ കൊടുക്കുന്നത്, ഓതൻറ്റിക്കേഷൻ മെസ്സേജ് അല്ലാതെ എന്ത് തന്നെ ആയാലും അതൊരു മാർക്കറ്റിംഗ് മെസ്സേജ് ആയിട്ട് അവർ ഇത് ചെയ്യും. ഇല്ല, നിങ്ങളുടേത് മാർക്കറ്റിംഗ് മെസ്സേജ് അല്ല, ഷുവർ നിങ്ങൾ ഓതൻറ്റിക്കേഷൻ മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പോവാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് ഓൾറെഡി. മറ്റേ ഇപ്പം ആ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. അല്ല, അതിന് ഡൗട്ട് എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു CRM ഉണ്ട്. അപ്പോൾ നമ്മുടെ സർവീസിൻ്റെ അപ്ഡേറ്റുകൾ ഒരു ഇന്ന പ്രോസസ്സ് കഴിഞ്ഞു എന്നുള്ളൊരു അപ്ഡേറ്റ് പോകുന്നത് അത് മാർക്കറ്റിംഗ് മെസ്സേജ് ആയിട്ടാണോ? അതെ, പ്രോസസ്സ് അല്ല, നിങ്ങളുടെ ഇൻവോയ്സ് അല്ലല്ല, അത് എല്ലാം ഓതൻറ്റിക്കേഷൻ മെസ്സേജ്, അത് ഷുവറായിട്ട്. പക്ഷെ അതിൻ്റെ അകത്ത് നിങ്ങൾ ഉൾപ്പെടുത്തുന്ന മെസ്സേജിൽ നിങ്ങൾ ഉഡായിപ്പ് കാണിക്കാൻ പാടില്ല. കാരണം അപ്പോൾ അതിപ്പോൾ ഒരു അതിൻ്റെ ഒരു വേഡിൽ അതിൻ്റെ ഒരു മെസ്സേജിൽ പാടില്ല. ഇപ്പോൾ ഷോപ്പിഫൈ ഓർഡർ വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് കൊടുക്കുന്ന മെസ്സേജസ് ഓതൻറ്റിക്കേഷൻ മെസ്സേജ് ആയിട്ട് നമുക്ക് എടുക്കാം. അത് പറ്റും. മാർക്കറ്റിംഗ് മെസ്സേജ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ മെസ്സേജ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് തന്നെ അറിയാം അത് ഓതൻറ്റിക്കേഷൻ ആണെങ്കിൽ, അവർ മാർക്കറ്റിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പീലിന് പോവാം. അപ്പീലിന് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ അത് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് മെറ്റയുടെ മീറ്റിങ്ങിൽ പറഞ്ഞായിരുന്നു ഓൾറെഡി. മെറ്റയുടെ മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് മെറ്റയുടെ പാർട്ട്നേഴ്സിന് കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അപ്പീൽ സെക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോകും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് നേരത്തെ 1000 മെസ്സേജസ് ആയിരുന്നു പുതിയ API എടുക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ഒരു ഇപ്പോൾ 250 കുറഞ്ഞിട്ട്. അല്ല, അത് സ്റ്റാർട്ടിങ്ങിലാണ്. നിങ്ങളുടെ ബിസിനസ് അക്കൗണ്ട് ഒരു വെരിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് 1000 തന്നെ ആവും. ബിസിനസ് അക്കൗണ്ട് വെരിഫൈഡ് ആയിരിക്കണം. വെരിഫൈഡ് അല്ലാത്ത ഒരു അക്കൗണ്ടിനും 250 തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീസെന്റ് ചേഞ്ച് വരുന്നുണ്ട്.
ഇപ്പം പാർട്ട്നേഴ്സിൻ്റെ ഡയറക്ടറിയുടെ ലിങ്ക് ഇതായിട്ടുണ്ട്, അപ്ഡേറ്റ് ആവുന്നുണ്ട്. കാരണം കുറേ മറ്റേ പാർട്ട്നേഴ്സിൻ്റെ സെക്ഷനെല്ലാം അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. കുറേ ബിസിനസ് അക്കൗണ്ടിലെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ജനുവരി ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് ചേഞ്ച് ആവും. നമുക്കിപ്പോൾ ടയർ 2 ആകുമ്പോൾ 10,000, ടയർ 3 1 lakh. അപ്പോൾ ഈ അങ്ങനെ ടയർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ലാതെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ വരുന്ന ക്വാളിറ്റി കാര്യങ്ങളെല്ലാം അവർ ഇത് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ക്വാളിറ്റി അത് കറക്റ്റായിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ, പ്രൊസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രൈറ്റീരിയാസ് എന്തൊക്കെയായിരിക്കും? ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മെസ്സേജ് ടെംപ്ലേറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന, അതായത് ആൾക്കാർ ഇത് ചെയ്യാനുള്ള ചാൻസസ് ബ്ലോക്ക് ചെയ്യുക. നമ്മളുടെ മെസ്സേജിനെ ബ്ലോക്ക് ചെയ്യുക. നമ്മൾ കണ്ടമാനം മെസ്സേജ് അയച്ചിട്ട് നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് കടക്കാമെന്ന് വിചാരിക്കേണ്ട. നമ്മളുടെ മെസ്സേജ് ബ്ലോക്ക് ചെയ്യാതെ, കൂടുതൽ ആൾക്കാർ ബ്ലോക്ക് ചെയ്യാതെ ആ ഒരു മാർക്കറ്റിംഗ് അത് തന്നെ. നമുക്ക് വരുന്ന ഓപ്റ്റിൻ ആ ഒരു ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള അനുവാദം യഥാർത്ഥത്തിൽ. എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൽ എടുക്കും, സ്ക്രാപ്പ് ചെയ്യും, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് ഒരിക്കലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇത്. ഓക്കെ, മനസ്സിലായി. അപ്പം ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു കൺസേൺ ബേസ്ഡ് ഡാറ്റയിലോട്ട് മാത്രം നമ്മുടെ കൺസ്യൂമർ ആയിരിക്കണം അവർ. അല്ലാത്ത ഒരാളെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. പക്ഷെ നമ്മൾ പിന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുകയാണ്. അപ്പം പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ API നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ലെവല്, നമുക്ക് മീഡിയം ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ APIയിലുണ്ട്. നമുക്ക് മറ്റുള്ള വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ അതിലോ നമുക്ക് അതെങ്ങനെ ഒരു സെക്ഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഗ്രീന്, യെല്ലോ, റെഡിലേക്ക് പോയി അത് കഴിയുമ്പോൾ നമ്മളതിന് നമുക്കറിയാം ബാൻ ആവുമെന്ന്. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള മെസ്സേജ് കുറച്ചിട്ട് ഇത് ചെയ്താൽ മാത്രം മതി. അങ്ങനെ അയക്കുമ്പോൾ ഈ ടെംപ്ലേറ്റ് മറ്റേക്ക് ഒരു പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരുമല്ലോ. അത് എത്രയാണ്, എങ്ങനെയാണ്? അത് ഇന്ത്യയിലേക്കുള്ളത് ഇപ്പം 81 പൈസ, 81, 89. അത് വേരിയേഷൻ വരും, ഓരോ സമയത്ത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് ഇത് ചെയ്യുന്നില്ല, മാർക്ക് ആ ഒരു ഇത് ചെയ്യുന്നില്ല. ഇപ്പം വാറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസൊക്കെ അവർ നമ്മളുടെ ഇപ്പം മണി ആഡ് ചെയ്തിട്ടാണ് വാറ്റിയൊക്കെ ചെയ്യുന്നത്. നമ്മളുടെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ കൺസ്യൂമർ ആരാണോ യൂസറിൻ്റെ കാർഡിൽ നിന്ന് തന്നെ ആ ഒരു പേയ്മെൻറ്റ് മെറ്റയുടെ പ്രൈസിങ് പ്ലാനിലുള്ള അതേ ചാർജ് തന്നെ എടുക്കുക. വേറെ ഒരു ചാർജ്, അഡീഷണൽ ചാർജസ് വരുന്നില്ല. APIയുടെ മെയിൻ ഉപയോഗമാണ് നമുക്ക് ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ ചാറ്റ് ബോട്ട് പല ടൈപ്പ് ഉണ്ടാവുമല്ലോ, മാനുവൽ ചാറ്റ് ബോട്ടും AI ചാറ്റ് ബോട്ടും. അതൊന്ന് ബ്രീഫ് ചെയ്യാം. ഇതിപ്പോൾ നമ്മളുടെ ഇതിൽ തന്നെ ഇപ്പം ബിസിനസ് അക്കൗണ്ടിൽ നമ്മൾ നോർമലി എല്ലാവരും ചാറ്റ് ബോട്ട്, AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് AI ഏജൻറ്റ്. ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിൽ ഞങ്ങളിപ്പോൾ 1.5 വർഷത്തിന് മേളിലായി AI ഏജൻറ്റ് കൊണ്ടുവന്നിട്ട്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴാണ്, റീസെൻ്റ്ലിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ തൊട്ടേ ഞങ്ങളുടെ സിസ്റ്റത്തിലുള്ളതാണ്. ആദ്യം തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ AI ഏജൻ്റ് ഉണ്ട്. നമ്മൾ പ്രോംപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, അല്ലാതെ ഷീറ്റ് കൊടുത്തിട്ടുള്ളതുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രോംപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ക്ലാരിറ്റി, ആ ഒരു മെസ്സേജിലെല്ലാം നമുക്കൊരു ഇത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഡേറ്റ, നമുക്ക് കിട്ടേണ്ട ഡേറ്റ നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് നമുക്ക് കിട്ടാം. നമ്മൾ കലണ്ടർ, ഇതെല്ലാം നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ എല്ലാ കാര്യത്തിലും നമുക്ക് AI ഏജൻറ്റ് വെച്ചിട്ട് തന്നെ. ഞാൻ AI ഏജൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി എൻ്റെ. കാരണം എനിക്ക് കുറേ മെസ്സേജ് വരുന്നത് കൊണ്ട് തന്നെ അതിലൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഒരു സിസ്റ്റം എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അത് എനിക്ക് വലിയ കുഴപ്പമില്ല. കുറച്ചൊരു ഫ്രണ്ട്സൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കസ്റ്റമേഴ്സിൻ്റെ ഇത് കയറിൽ വരുമ്പം എനിക്ക് ഇഷ്യൂ വരുന്നില്ല. അതൊരു മേജറാണ്. നമുക്കിപ്പോൾ ഈ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുമ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത്ര സെല്ല് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഉള്ളൊരു സെല്ലിങ് സെക്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലായിരിക്കും സെല്ലാവുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയണം. അതായത് ഒരു ഓൾറെഡി നിങ്ങൾക്ക് ഓഫ്ലൈനിൽ ഒരു നല്ല രീതിയിൽ കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റിലൂടെ, നോർമൽ ചാറ്റിലൂടെ നിങ്ങൾ
ഒരു 50 സെയിൽ അല്ലെങ്കിൽ 100 സെയിൽ, അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ചാറ്റ് ബോട്ട് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാവരും സാധാരണ ചുമ്മാതെ വന്നിട്ട് ഒന്നുമില്ലാതെ വെറുതെ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കി അവർ കൊടുക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങളല്ല അവർ യഥാർത്ഥത്തിൽ ചാറ്റ് ബോട്ടിൽ കൊടുക്കുന്നത്. അവരുടെ എന്താണോ നീഡ്, ഒരു വേറൊരാളുടെ ഒരു ഫ്ലോ കണ്ടിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കാര്യം ചെയ്യാതെ അവരുടെ എന്താണോ നീഡ്സ്, അത് നിങ്ങൾക്ക് എന്താണ് കൊടുത്തപ്പം നിങ്ങൾക്ക് വർക്കൗട്ടായത്, അതായത് നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം അസൻ്റെ ഇതിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണോ ഓൺ ബോർഡ് ആവുന്നത് അത് നിങ്ങൾക്കറിയാം, കറക്റ്റായിട്ട് അറിയാം അത് എങ്ങനെയാണ് വരുന്നതെന്ന്. ഒരു സ്റ്റുഡൻറ്റ് വരുന്ന ഒരു ഫ്ലോ അറിയാം. അപ്പം അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സെയിം സിസ്റ്റം തന്നെ, എന്താണോ സംസാരിച്ചത് അതേ സിസ്റ്റം തന്നെ ഇതിൽ കൊടുത്താൽ മതി. വോയിസ് ആണേ വോയിസ്, മെസ്സേജ് ആണേ മെസ്സേജ്, വീഡിയോ ആണേ വീഡിയോ. അവർക്കൊരു വീഡിയോ കാണിച്ചു കൊടുക്കുവാണ്, ഇന്നതാണ് ഇന്നതത്ര, അത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നമ്മൾ കളയുകയാണ്. ഒരു കസ്റ്റമറിന്റെ ജേണി ഒന്ന് അനലൈസ് ചെയ്തിട്ട് അത് തന്നെ അതിനനുസരിച്ചിട്ട് ബോട്ട് നമ്മൾ ഓൾറെഡി നമ്മളുടെ ബിസിനസ്സിന് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബിസിനസ് ഓൾറെഡി നല്ല രീതിയിൽ ഓഫ്ലൈൻ ബിസിനസ്സിൽ ഒക്കെ ആയിട്ട് പോകുന്ന ആ ഒരു ഫ്ലോ നിങ്ങൾ കറക്റ്റായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യും. ആ ഒരു ആ സെയിം സിസ്റ്റം തന്നെ, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ആ വോയിസ് ആണോ നിങ്ങൾ കൊടുത്തത്, വോയിസ് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക, വേറെ ഒന്നുമില്ല. കാരണം ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമ്മൾ പലർക്കും ഡൗട്ടുണ്ട്, ചാറ്റ് ബോട്ടൊക്കെ ബിൽഡ് ചെയ്യാൻ ഡെവലപ്പേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാൻ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. നമുക്ക് അതിനനുസരിച്ചുള്ള അതിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ലാംഗ്വേജിലേക്ക് വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ആർക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് ഹെൽപ്പും ചെയ്യാം. നമുക്ക് ഇപ്പോൾ റിപ്പീറ്റ്ലി വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചാറ്റ് ബോട്ട് വെച്ച് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ഓട്ടോമേഷനിലൂടെ സാധ്യമാവുന്ന വേറൊരു ഇത്. കാരണം നമുക്ക് കണ്ടമാനം, അതിപ്പം ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് അതൊക്കെയാണ് നമ്മൾക്ക് ഇപ്പം എല്ലാ ഇതിലും വരുന്നതാണ്. അപ്പം അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു വെക്കുക. അങ്ങനെയുള്ള ഓട്ടോമേഷൻ ചെയ്തു വെക്കുക. സെയിലിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞ രീതിയിലും ചെയ്യുക. അപ്പം നമ്മൾ സെയിലും ക്ലോസ് ആയി നമ്മളുടെ ഓട്ടോമേഷനും ഇതായി. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇതും കൊണ്ടൊരു യൂസ് ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് ഓട്ടോമേഷൻ എടുത്തു, എനിക്കത് പ്രയോജനമായില്ല എന്ന് പറയുന്നതിനേക്കാളിൽ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയില് മൾട്ടിപ്പിൾ 10x മേളിൽ സെയിൽ ഉറപ്പാണ്. കാരണം അവർക്കൊരു ഓഫ്ലൈൻ ബിസിനസ്സിൽ അവർക്കൊരു വിൻ വിൻസ് ആ ഒരു സിറ്റുവേഷൻ ഉള്ള സ്ഥാനത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അല്ല, ഓഫ്ലൈനിൽ ഒരു ബിസിനസ്സും ഇല്ല എങ്കിൽ അവരിങ്ങോട്ട് വരണ്ട. ഓട്ടോമേഷൻ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും അവരെ ആ ഒരു ഇത് പ്രോസസ്സിൽ നിന്ന് ഇതിലേക്ക് ചെയ്യും. അവരുടെ ആ മാനുവൽ പ്രോസസ്സിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഓട്ടോമേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഒരു മാനുവൽ പ്രോസസ്സ് ഇല്ല എങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല, വെറുതെയാണ്. അതിൻ്റെ അകത്ത് കാര്യമില്ല. ഓക്കെ, നമുക്കൊരു ലീഡിൻ്റെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടൊരു ഹ്യൂമൻ എഫേർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് പ്രോസസ്സ് എന്താണോ അതിന് അവിടെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇത് ചെയ്യാം. നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാം. അതിനുശേഷം ഹ്യൂമൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഹ്യൂമനെ അവിടെ റീപ്ലേസ് ചെയ്യാം. അത് തന്നെ, അത് കറക്റ്റായിട്ടുള്ള ഒരു. നമ്മളിപ്പോൾ വാട്സപ്പ് API യൂസ് ചെയ്യുമ്പോഴുള്ള മെയിൻ ഉപയോഗമാണ് തേർഡ് പാർട്ടി ഇൻ്റഗ്രേഷൻസ്. നമുക്കൊരു CRM ഇല്ലെങ്കിൽ പോലും ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഈ ഡാറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈസി ആയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആ പാനൽ ചാറ്റ് ബോട്ടിൻ്റെ പാനൽ ഓപ്പൺ ചെയ്താൽ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഈസി ആയിട്ട് തന്നെ ആ ഇതിൽ കലണ്ടർ, ഗൂഗിൾ കലണ്ടർ, ഗൂഗിൾ ഷീറ്റ് ഇതെല്ലാം ഈസി ആയിട്ട് തന്നെ സിംഗിൾ സൈൻ അപ്പ് നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ട് അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമോ നിങ്ങൾക്ക് അതുമായിട്ട് ഈസി ആയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഒരു പ്രാവശ്യം അത് നമ്മൾ ഓൾറെഡി യൂട്യൂബിലുണ്ട്, ചാനലൊന്ന് നോക്കുക. കാരണം ഈ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 30 മിനിറ്റ്സ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുള്ള ആൾക്കാർക്ക് അത് കൊടുക്കുന്നുണ്ട്, ഓൾറെഡി ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട്, ഒരാൾ ടെക്നിക്കൽ നോളജ് ഒന്നും ആവശ്യമില്ല. ഓൾറെഡി അവിടെ ഒരു ഇതായിട്ട് തന്നെ പ്ലഗ് ആൻഡ് പ്ലേ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ ആയിരിക്കും ഈ വാട്സപ്പ് ബിസിനസ് API യൂസ് ആവുന്നത്? ഏത് ടൈപ്പ് ബിസിനസ്? മീഡിയം സ്കെയിൽ, അത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ് ഇപ്പോൾ അവർക്ക് ആവശ്യമുണ്ട്, ഓൾറെഡി ആവശ്യമുണ്ട്.
ഓൾറെഡി മൾട്ടിപ്പിൾ യൂസേഴ്സ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് ബിസിനസ് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും API വേണം. ഇനിഷ്യൽ ടൈമിൽ നമുക്ക് ഞാൻ പറഞ്ഞ ഒരു 100 മെസ്സേജ് ആ ഒരു ഇത് തന്നെ അതിന്നും ഓവർലോഡ് ആകുമ്പോഴും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ അത് ഏത് ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും ഏത് ഇതാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതിനിങ്ങനെ ഒരു ക്രൈറ്റീരിയ നമുക്ക് ഏത് ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ അവർ ചെയ്യുന്ന ബിസിനസ് വാട്സപ്പിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് API എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതുള്ളൂ. ഓക്കെ. അതിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാട്സപ്പ് ബിസിനസ് API അങ്ങനെ എന്തെങ്കിലും കണക്ഷൻസോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ചാറ്റ് എന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ടത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാലും മതി. ഞാനിവിടെ അടുത്തത് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഡൗട്ട്, നമ്മുടെ ഓൺടർപ്രണേഴ്സ് പുതുതായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡൗട്ടുകളാണ്. എൻ്റെ ഇത് പറയുന്നത് കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 22 years-ആയി. അതും ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ജോബ് ആ ഒരു ഇതിലുള്ള ആളാണ് ഞാൻ. കാരണം ഞാൻ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇതുണ്ട്, ജോലിയുണ്ട്, അത് ചെയ്യാതിരിക്കുക, അത് അവരുടെ ഒരു ഓപ്ഷനാണ്. എൻ്റെ ഒരു ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലാണ്, ബഹറിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ എനിക്കൊരു സ്റ്റേബിളായിട്ടുള്ളൊരു ഇതുണ്ട്. ഇപ്പം വിസ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അവിടെ ആ കാര്യങ്ങളെല്ലാം, വൈഫ് നേഴ്സാണ്, പിന്നെ മക്കൾ 2 പേരും അവിടെ പഠിക്കുന്നു. അപ്പം അവിടെ എല്ലാ കാര്യങ്ങൾക്കും അത് ഓക്കെയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ ഒരു നല്ലൊരു സ്പോൺസറുണ്ട്. കാരണം ആൾ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പം അങ്ങനെ ഒരാൾ കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഞാനിപ്പോൾ ഒരു 25 days എൻ്റെ വെക്കേഷൻ അല്ല. ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക. കാരണം ഒരാളും പെട്ടെന്നൊരു ഇതിൽ, ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പാണ് 10 ദിവസത്തേക്ക് ലീവിന് ഓൾറെഡി വന്നത്. പിന്നെ അതിന് ശേഷം അങ്ങനെ എനിക്കൊരു ഇത് തരുന്നത് ഒരാളെ ആ ഒരു സ്പോൺസർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ജോലിയിൽ നിന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു, നമ്മളുടെ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പോകാനുള്ളൊരു ഫ്രീഡം നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മളുടെ സ്റ്റാർട്ടപ്പ്, ഇപ്പം ഞാൻ ഈ റീസെൻ്റ്ലി ആണ് ഇങ്ങനൊരു ഇതിലേക്ക് വന്നത് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും വർഷത്തെ ഒരു ഇത് നോക്കുമ്പോൾ ഞാൻ ഈ റീസെൻ്റ്ലി ആണ് ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ തുടങ്ങിയത്. കാരണം ഇതുവരെയും ഞാൻ ഇങ്ങനെയുള്ള നെറ്റ്വർക്കുകൾ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ വാട്സപ്പിൽ ഗ്രൂപ്പ് കാര്യങ്ങൾ മാത്രം. ഈ റീസെൻ്റ്ലി ആണ് ഞാൻ ഹഡിൽസിന് പോലും ഹഡിൽ അറ്റൻഡ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു ഇതിൻ്റെ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു പവർ. ലിങ്ക്ഡിൻ്റെ പ്രോഗ്രാം, ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിയുടെ കൊച്ചിയിൽ. ഓക്കെ. അപ്പം ഹഡിൽസ്, പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു മീറ്റിംഗ് ലീലയിലുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് നമ്മളെ നെറ്റ്വർക്ക്. നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങൾ കളയരുത്. അപ്പം അത് നമ്മളെ വളരെ വളരെ മുന്നിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു, നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അതൊരു നല്ലൊരു എമൗണ്ട് കാണും, ഫീസ് കൊടുക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ കൊടുത്തിട്ട് അവിടെ ഒരു 2 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു 5 വർഷത്തേക്ക് ആയിരിക്കും നമ്മൾ ആ ഒരു മുന്നിലോട്ട് പോകുന്നത് നമ്മൾ. കാരണം ഒരു 2 ദിവസത്തെ ആണെങ്കിലും അവിടെ കിട്ടുന്ന ഒരു മൈലേജ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരുപാട് കണക്ഷൻസ്, നമ്മളുടെ നോളജ്, നമുക്കറിയാവുന്ന ആ ഒരു തലത്തിലല്ല, നമ്മൾ വേറൊരു തലത്തിലേക്ക് പോകാനും നമ്മളെ വേറെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആവാനും. ഞാൻ ഇതൊക്കെ ഈ പോഡ്കാസ്റ്റിൽ ഇപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് മൈക്കെടുത്ത് സംസാരിക്കാനുള്ള ഒരു ഇതുപോലും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഒരു മൈക്ക് എടുക്കണമെങ്കിൽ കൈ ഇങ്ങനെ വിറയ്ക്കും. പക്ഷെ അങ്ങനെ ഒരു ആളിൽ നിന്നും ചേഞ്ചസ് വന്ന്, കാരണം കംപ്ലീറ്റ്ലി, കാരണം ഒരു 10 days വീഡിയോ ചലഞ്ച് തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പം അവിടെ ആ ഒരു 10 days വീഡിയോ ചലഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയുടെ ഒരു ഇത്
ഞങ്ങളുടെ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ ഒരു വീഡിയോ ഫൗണ്ടർ ക്ലോൺ. കാരണം അത് ആർക്കും മറക്കാം. അത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരിലേക്കും നല്ല രീതിയിൽ ഇതായിട്ടുള്ള ഒരു ഇതാണ്. കാരണം ഫൗണ്ടേഴ്സ് ക്ലോൺ ഞാനും അലക്സും അതിൻ്റെ ഇത്. ഞാനൊരു എൻ്റെ ഒരു ക്ലോൺ ഞാനിങ്ങനെ ഹേജന് വെച്ചിട്ട് ബിൽഡ് ചെയ്തായിരുന്നു. പിന്നെ ഞാനത് അവിടെ ഹോൾഡ് ചെയ്തിട്ടേക്ക് അത് പ്രോപ്പറായിട്ട് ഫൈൻ ട്യൂൺ ചെയ്ത് അതിൻ്റെ ഒരു കോഴ്സ് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അലക്സിനെ കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് അതിൻ്റെ ആവശ്യക്കാരുണ്ടായിരുന്നു. കാരണം അത് ഓരോ മാസമാണ് നടക്കുന്ന ചലഞ്ചായിട്ടാണ്. അപ്പം അത് അത് എല്ലാ ഫൗണ്ടേഴ്സിനും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് എഡിറ്റർ വേണം, ഒരാൾ എഡിറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് നല്ല വർത്തായിട്ടുള്ളൊരു കോഴ്സാണ്. അത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് മെയിനായിട്ടും നെറ്റ്വർക്കാണ് അവരുടെ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. യെസ്, കറക്റ്റ്. അത് നെറ്റ്വർക്കിങ് നമ്മൾ എവിടെയും കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക. നിങ്ങൾ ഒരു കാരണവശാലും അതും അതിനൊരു വിമുഖത കാണിക്കാതിരിക്കുക. മനസ്സിലായി. എത്ര ഈ നെറ്റ്വർക്കിംഗ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള മെയിൻ ഒരു റോങ്, ആദ്യമേ പോയി സെയിൽ പിച്ച് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. അത് നമ്മളെ അവർക്ക് അറിയില്ല, നമ്മളെ അവർക്ക് അറിയത്തില്ല. നമ്മളൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം എന്നെ ഇപ്പോൾ കണ്ട ഹഡിൽസിൽ അവിടെ എല്ലാം കണ്ടത് അവർ നേരത്തെ കണ്ടിരുന്ന ആൾക്കാരാണ്. എന്നെ ലിങ്ക്ഡിനുമായിട്ടോട്ട് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്നെ ഇവിടെ ഫൗണ്ടേഴ്സ് ക്ലോണിൽ കണ്ടു. എല്ലായിടത്തും നമ്മളെ കണക്ട് ചെയ്ത് ആ ഒരു വാട്സപ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും സംസാരിച്ച ആൾക്കാരുമായിട്ട് നമുക്ക് അവിടെ നമ്മൾ നേരിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു മൈലേജ് ഭയങ്കരമാണ്. കാരണം നമുക്ക് ആ ഒരു പിന്നെ കണക്ഷൻ ആ ഒരു ത്രൂ വരുന്ന ലീഡ് അല്ലെങ്കിൽ നമ്മൾ അതിന് നോക്കണ്ട. പക്ഷെ നമ്മളൊരു നെറ്റ്വർക്കിംഗ് എപ്പോഴും വർത്ത് തന്നെയാണ്. അപ്പോൾ അതൊരു സെയിൽസി ആയിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യാണ്ടിരിക്കുക അങ്ങനെയല്ല ആ ഒരു ഇതിൽ നെറ്റ്വർക്കിംഗ്. ഓക്കെ. പിന്നെ ബുക്സ് വായിക്കാറുണ്ടോ? ബുക്സ് തീരെ എൻ്റെ കേസ് തീരെ കുറവാണ്. ഒരു രീതിയിലും ഞാൻ ആ ഒരു രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാറില്ല. ഓഡിയോ ബുക്സ് അങ്ങനെ ഇല്ലല്ലേ? ഞാൻ പോഡ്കാസ്റ്റ് സ്ഥിരം കേൾക്കാറുണ്ട്. പോഡ്കാസ്റ്റ് നമ്മുടെ ഇകോം ഷോ, പിന്നെ നമ്മുടെ KPH ഫെലിക്സിൻ്റെ, അങ്ങനെയുള്ള കുറച്ച്, പിന്നെ നമ്മുടെ നീൽക്കമ്മത്തിൻ്റെ, അങ്ങനെ കുറച്ച് റെയർ ആയിട്ടുള്ള കുറച്ച്. ഈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് നമ്മുടെ നിങ്ങളുടെ ഇത് കാണാറുണ്ട്. അത് ഷുവറായിട്ടും അത് സ്ഥിരം കാണാറുണ്ട്. നമ്മുടെ റീസെൻ്റ്ലി റമീസിൻ്റെ പിന്നെ അങ്ങനെയുള്ള കുറേ ഇത് കാണാറുണ്ട്. നമുക്കിപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു 3 പോഡ്കാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആയിരിക്കും മാൻഡേറ്ററി ആയിട്ട് കണ്ടിട്ടുണ്ട്? അല്ല, നിഖിൽക്കമ്മത്തിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ബാക്കിയുള്ളത് കാരണം ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ കാണുന്നത് ഇത്രയും സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ബാക്കി ഒന്നും ഞാൻ അങ്ങനെ കൂടുതൽ കാണുന്നതല്ല. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. മെയിൻലി എനിക്കൊരു ടൈം മാനേജ്മെൻറ്റിൽ ഇപ്പോഴും ചെയ്തു വരാൻ കാരണം ഞാനൊരു 8 hours ജോലി കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ടൈം ലിമിറ്റ് ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഗൂഗിൾ പാർട്ണറാണല്ലേ നമ്മുടെ ജി സ്യൂട്ടിൻ്റെ? ഗൂഗിളിൻ്റെ വർക്ക് സ്പേസ് ആണ് മെയിനായിട്ട്. നമ്മൾ ഗൂഗിളിൻ്റെ പാർട്ണറാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമ്മളെ ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഓട്ടോമേഷൻ ആണെങ്കിൽ ഓട്ടോ ചാറ്റ് ഉണ്ട്. പിന്നെ ഹോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റാവോ. പിന്നെ .in ഡൊമൈൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോംസ്. പിന്നെ റേറ്റിംഗ്, നമ്മളെ റിവ്യൂ മാനേജ്മെന്റ്. എന്താണ് സംഭവം? റേറ്റിംഗ് റിവ്യൂ മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഓക്കെ. നമുക്ക് നമ്മുടെ മൾട്ടിപ്പിൾ ലൊക്കേഷൻ ഉള്ള ഒരാൾക്ക്, ഇപ്പം ജുവലറീസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ എത്ര മൾട്ടിപ്പിൾ ലൊക്കേഷനുള്ള ആൾക്കാരാണ്. അവരുടെ ബിസിനസ് മൾട്ടിപ്പിൾ ലൊക്കേഷനിലുണ്ട്. ഇപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ അവർക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇതിലും പോയി അവർക്ക് നോക്കേണ്ടി വരും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എല്ലാ ലൊക്കേഷനും ഒറ്റ ഒരു ഡാഷ്ബോർഡിൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. റിവ്യൂ റിപ്ലൈ നമുക്ക് AI വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് ഈസിനെസ്. അത് തന്നെയല്ല ഗൂഗിളിന്റെ പോളിസിക്ക് ഇല്ല, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ ആ ലിങ്ക് കൊടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ ലിങ്ക് നിങ്ങൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ബാക്കി ഒരു കാര്യത്തിലും ചെയ്യുന്നില്ല. QR കോഡ് കൊടുക്കാം,
നിങ്ങൾ റിവ്യൂ റിക്വസ്റ്റ് കൊടുക്കാം. റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് പോലെ നമ്മളത് യെസ് അത് ആ ഒരു സിസ്റ്റം തന്നെ. ട്രസ്റ്റ് പൈലറ്റ് അങ്ങനെയുള്ള എല്ലാ ഇതും നമ്മളെ കൊറോസിൽ ടൈപ്പ് ആയിട്ടുള്ള വിഡ്ജറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം. അതാണ് മേജർ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ റിവ്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു കോഡ് ഓഫ് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലായി. നമ്മളിപ്പോ ഗൂഗിളിന്റെ മാപ്സിന്റെ API എടുക്കുന്ന പോലെ ഇതിനകത്ത് ഈസിലി നിങ്ങൾക്ക് ആ ഒരു റിവ്യൂസ് നിങ്ങളുടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന രീതിയിൽ നിങ്ങൾ വെബ്സൈറ്റിൽ ഫൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു കസ്റ്റമർ ആ ഒരു ഇത് നിലനിർത്താൻ വേണ്ടിയുള്ള. മറ്റേതാകുമ്പോൾ ഡെവലപ്പർ സപ്പോർട്ട് വേണ്ടി വരും. അത് തന്നെയല്ല, ട്രസ്റ്റ് പൈലറ്റിലൊക്കെ $200 മേളിലാണ് ഈ ഒരു ഇതിന് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതേസമയം നമ്മളുടെ ഒരു ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു സിസ്റ്റം ഉണ്ടാവും. അപ്പം അങ്ങനെയുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് രജിയുമായി കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ ഉണ്ടാവും. അപ്പോൾ ബൈ. താങ്ക് യു.